തലശ്ശേരി മുഹമ്മദ് ഫസൽ വധക്കേസിൽ കോടതിയിൽ നിന്ന് കാണാതായി പിന്നീട് കണ്ടെത്തിയ രക്തം പുരണ്ട തൂവാലയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് CBI പ്രത്യേക കോടതി നിർദ്ദേശം നൽകി. CBI പ്രത്യേക കോടതി ജഡ്ജി ഹാഫിസ് മുഹമ്മദ് പരിഗണിക്കുന്ന കേസിന്റെ വിചാരണ ചൊവ്വാഴ്ച പുനരാരംഭിച്ചു. ഫസലിന്റെ ഭാര്യ മറിയുവിന്റെ വിസ്താരവും നടന്നു. തൊണ്ടിമുതലുകൾ ഹാജരാക്കിയപ്പോൾ ഫസലിന്റെ രക്തം പുരണ്ട വസ്ത്രം കണ്ട മറിയു അത് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ചെരിപ്പും ടോർച്ചും ഉൾപ്പെടെയുള്ള മറ്റു തൊണ്ടിമുതലുകളും അവർ തിരിച്ചറിഞ്ഞു. കേസിൽ വ്യാഴാഴ്ച ഫസലിന്റെ സഹോദരിയുടെ വിസ്താരം നടക്കും. എറണാകുളം CJM കോടതിയിൽ നിന്ന് CBI കോടതിയിലേക്ക് തൊണ്ടിമുതലുകൾ എത്തിച്ച കവർ തുറന്നപ്പോഴാണ് രക്തം പുരണ്ട തൂവാല കാണാതായതായി വ്യക്തമായത്. തൂവാല എലി കരണ്ടുപോയതാകാമെന്ന കുറിപ്പും ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിൽ തൂവാല മറ്റൊരിടത്തു നിന്ന് കണ്ടെത്തി. സംഭവത്തിൽ വാദിഭാഗം അട്ടിമറി ആരോപണം ഉന്നയിച്ചു. തൂവാല തിരികെ ലഭിച്ചതായി കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് ഇക്കാര്യം രേഖപ്പെടുത്തിയ കോടതി സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. കേസിലെ മുഖ്യപ്രതി MK സുനിൽകുമാർ എന്ന കൊടിസുനി, തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, കാരായി രാജൻ MLA ഉൾപ്പെടെ 8 പേരാണ് വിചാരണ നേരിടുന്നത്. CBIക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ Y ബോബി ജോസഫ് ഹാജരായി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. മട്ടന്നൂർ നഗരത്തിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെ. പ്രൊഫഷണൽ ബിസിനസ് മീറ്റിംഗുകൾക്കും സുഖകരമായ താമസത്തിനും ഏറ്റവും അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രീമിയം ഹെറിറ്റേജ്. കോർപ്പറേറ്റ് മീറ്റിംഗുകൾക്കും വലിയ ആഘോഷങ്ങൾക്കുമായി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ബാങ്ക്വറ്റ് ഹാളുകളും കോൺഫറൻസ് റൂമുകളും. വിശിഷ്ടമായ രുചിക്കൂട്ടുകളുമായി ഞങ്ങളുടെ റെസ്റ്റോറന്റും കഫേയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യാത്രകളിലും ആരോഗ്യം സംരക്ഷിക്കാൻ ഹൈടെക് ഫിറ്റ്നസ് സെന്റർ, ശരീരത്തിനും മനസ്സിനും പൂർണ്ണ വിശ്രമം നൽകാൻ വെൽനസ് സ്പാ തുടങ്ങിയ മറ്റ് അത്യാധുനിക സൗകര്യങ്ങളും.